എന്താ പൊക്കത്തിലും നോക്കിയ തേയില വെച്ചാണ് അല്ലേ. ഇതെങ്ങനെ ഒരു വെട്ടു ഈ തേയില. ആ കാർ നോക്കി. മൂന്നാറിന് ശേഷമേ ഇപ്പൊ കാഴ്ചയുള്ളൂ അല്ലേ. അത് ബോഡി ബെഡ് വരെ കമ്പം വരെ കാഴ്ച. കേരള വണ്ടി ഇപ്പോഴുണ്ടോ? ഇത്ര നേരം തമിഴ്നാട് വണ്ടിയായിരുന്നു. അത് നാഷണൽ ഹൈവേ 85 ഈ റോഡ്. ഇത് വെട്ടിയതിനു ശേഷം ആൾക്കാർ പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ റോഡിനെ കുറിച്ചിട്ടോ. അടിപൊളി റോഡല്ലേ. റോഡും ആ പ്രദേശങ്ങളും ഇല്ലേ. അത് തേയില വനങ്ങളുടെ ഇടയിലൂടെ തന്നെ ഈ വണ്ടിയെല്ലാം. ഇത് എന്ത് പോവത്? ഫ്ലവേഴ്സ് എന്ന് പറയാം. ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാ പറഞ്ഞേ. എല്ലാവരും വന്ന് കാണാൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വണ്ടി ഒതുക്കണ്ട, ഇങ്ങോട്ടങ്ങ് ഒതുക്കാം. ഒരു വണ്ടി പോലും റോഡിലില്ല. പിന്നെ ഈ വ്യൂ പോയിന്റ് ഒന്ന് കണ്ടേക്കാം നമുക്ക്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് അല്ലാട്ടോ, ഇതൊരു 1.5 വ്യൂ പോയിന്റ് ആട്ടോ. ആണോ? ഇതെന്താന്ന് ഇവരുടെ ടെക്നിക്ക് ഒന്ന് അറിയാം. ഞാൻ ഇറങ്ങി നോക്കട്ടെ. ഉള്ള കണ്ട ഗോഡ്സ് ഓൺ കൺട്രി തന്നെ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇതങ്ങോട്ട് നോക്കി. ആയിരുന്നു അത് അല്ലേ. നമ്മുടെ ക്യാമറയിൽ ഒപ്പിയാൽ കിട്ടാത്ത വന്യമായ പ്രകൃതി സൗന്ദര്യമായിരുന്നു. അതിങ്ങോട്ട് നോക്കിയാൽ താഴേക്ക് സ്പീഡ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപ്പെടുന്ന ചാരുത പിന്നീട് നമ്മളെ ക്ഷമിപ്പിക്കും. ഓ, ഇത് ഇങ്ങോട്ട് വളയുമ്പോൾ വേറെ കാഴ്ച. പൊലോറെ കടന്നു നല്ല രസമാണ് അല്ലേ. റോഡ് തന്നെ ഹൈലൈറ്റ്. ഞാൻ എവിടെയോ കണ്ടായിരുന്നു നാഷണൽ ഹൈവേ 85 ഒന്ന്. ഇതും അത് തന്നെ ആയിരിക്കും. സംസ്ഥാന പാതയാണോ ദേശീയപാതയാണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടു നാഷണൽ ഹൈവേ 85. മൂന്നാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെട്ടിയിരിക്കുന്ന പാതയാണ് കമ്പം വരെയുണ്ട് ഈ വഴി. ഒരു ഡബിൾ ഡക്കർ ബസ് വരുന്നുണ്ട് കേട്ടോ. അത് നോക്കുന്ന ശരിക്കും എടുക്കണ്ടേ. ഡബിൾ ഡക്കർ ബസ് വരുന്നുണ്ട് മക്കളെ. നോക്കുന്ന വണ്ടി ഒതുക്കിയിട്ട് 2 നില ബസ് വരുന്നു മക്കളെ. 2 നില. അതിന്റെ മുകളിലിരിക്കുന്ന ആൾക്കാരെ സൂം ചെയ്തിങ്ങെടുത്തേ. വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. കേരളത്തിന്റെ ആണോ കർണാടകത്തിന്റെ ആണോ തമിഴ്നാടിന്റെ ആണോ? KSRTC കേരളയുടെ വണ്ടിയാണ് മക്കളെ വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമായ KSRTCയുടെ വണ്ടിയാണ് കടന്നു പോകുന്നത്. ഓ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ടല്ലേ. വെരി ഗുഡ്.
വേറെ ഒരെണ്ണമാനുണ്ട് വലിയ വേലൊക്കെ ഫിറ്റ് ചെയ്ത്. അതേതാ നോക്കിയേ, മുരുകന്റെ വേലൊക്കെ ഫിറ്റ് ചെയ്ത് ഒരെണ്ണം ഉണ്ട്. അത് തമിഴ്നാടിന്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വണ്ടിയാണ്. നീയൊക്കെ ഒരു ഡബിൾ ഡെക്കർ വണ്ടി ഓടിക്കടാവേ. സത്യം പറയാട്ടോ, എറണാകുളത്തിന് പോകുന്ന ബിവോട്ടിയേക്കാൾ ഭേദമാണ് ഈ റോഡ്. എറണാകുളത്തിലാണ് ബിവോട്ടി. ആ ചാത്ത റോഡോ? ഒരു ഓട്ടോറിക്ഷ കടന്നു പോയി കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? മൂവാറ്റൂരിൽ നിന്ന് എറണാകുളം വരെ ഇത് കൊള്ളാം. കേരളത്തിലെ ഇത്ര മനോഹരമായ റോഡ് കണ്ടിട്ടില്ല. എന്തായാലും ആ വളവിൽ അപ്പുറത്ത് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഈ ഭാഗം 3 വണ്ടി അല്ല, എത്ര വണ്ടി ഉണ്ടെങ്കിലും കടന്നു പോകും. അപ്പൊ ഇനി അത്ര നല്ല സ്ഥലം അല്ല, നല്ല സ്ഥലം വീണ്ടും എടുക്കാം. ഗുഡ് ബൈ.